ശ്രീ എൻ എം വിജയേട്ടന്റെ മകൾ ഉന്നയിച്ചതായിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. അതിൽ ഡിവൈഎഫ്ഐയും CPM-ഉം ഞാൻ ആ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്നോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇടപെട്ടാളാണ്. ഞാൻ ആ കുടുംബത്തിന് പരമാവധി നീതി ലഭ്യമാക്കാനാണ് ഇടപെട്ടത്. പരമാവധി നീതി. ചില സമയത്ത് ഫോൺ എടുക്കാൻ പറ്റാറില്ല പരിപാടിയിലാവുമ്പോൾ, പല സമയത്ത് തിരിച്ചു വിളിച്ചിട്ടുണ്ട്, അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്, ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മകൻ ആശുപത്രിയിലായപ്പോ എനിക്ക് ആശുപത്രി പോകേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ആശുപത്രിയിൽ പോയി എന്നുള്ളത് മാത്രമല്ല, ഞാൻ ഡോക്ടറുമായി വിജയേട്ടന്റെ മകന്റെ വിഷയത്തിൽ 3 തവണ സംസാരിച്ചിട്ടുണ്ട്. ഒരു തവണ നേരിട്ടും 2 തവണ ഫോണിലൂടെ. ആ കുടുംബം എങ്ങനെ ജീവിച്ച് നന്നായി പോകണം എന്ന് കരുതിയാണ് പാർട്ടി ഇടപെട്ടതും ഞങ്ങളൊക്കെ പിന്തുണയ്ക്കുന്നത്. പക്ഷേ 2 കാര്യങ്ങൾ പറഞ്ഞത് വല്ലാതെ വേദനിപ്പിച്ചു. ഒന്ന്, ഞാൻ ഭീഷണിപ്പെടുത്തി എന്നുള്ളൊരു പ്രയോഗം പറഞ്ഞു. ഒരിക്കലും ആലോചിക്കാത്തതും പറയാത്തതുമായ കാര്യമാണ്. ഞാൻ അങ്ങനെ ഒരിക്കലും സംസാരിച്ചിട്ടില്ല, അങ്ങനെ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ല. ഞാൻ അങ്ങനെ സംസാരിക്കുന്ന ആളല്ല. രണ്ടാമത്, ഞാൻ എത്രയോ തവണ സംസാരിച്ചിട്ടുണ്ടല്ലോ. പിന്നെ രണ്ടാമത്തെ കാര്യം, ശ്രീ എൻ എം വിജേഷ് മിംസ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആകുമ്പോൾ ആ ഡിസ്ചാർജിന്റെ സമയത്ത് എന്നെ വിളിച്ച് എന്നോട് പറഞ്ഞു, ഡിസ്ചാർജ് ആവുന്നുണ്ട്, അടിയന്തരമായി ഈ കാര്യത്തിൽ ബില്ലിന്റെ കാര്യത്തിൽ ഇടപെടണം. ബില്ലിന്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അവർ പറഞ്ഞത് ഞാൻ ഫോൺ എടുത്തില്ല എന്നാ പറഞ്ഞത്. ഓഗസ്റ്റ് 6-ാം തീയതി ബുധനാഴ്ച എനിക്ക് എൻ എം വിജേഷിന്റെ ഹോസ്പിറ്റലിലുള്ള ID കാർഡ് എനിക്ക് അയച്ചുതരാം. അത് അയച്ചു തന്നതിന് ശേഷം 2:36-ന് ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് ചുമതലയുള്ള ആസാദ് മൂപ്പന്റെ മരുമകൻ അനൂപ് മൂപ്പന് ഞാൻ അയച്ചു കൊടുത്താണ്. എന്നിട്ട് ഞാൻ വിളിച്ചു, കിട്ടിയില്ല. വീണ്ടും വിളിച്ചു, കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഇവിടെ ഓരോ സമയമുണ്ട്. വൈകുന്നേരമായി 5:10-നും 5:11-നും 5:12-നും ഞാൻ മാനേജ്മെന്റ് വിളിക്കുക. അവസാനം എനിക്ക് തിരിച്ച് മെസ്സേജ് വന്നു, ഇൻ എ മീറ്റിംഗ്, കോൾ യു ബാക്ക് എന്ന് പറഞ്ഞു. ഇത് മാനേജ്മെന്റുമായി നിരന്തരം ഈ കുടുംബത്തിന് വേണ്ടി ഇടപെട്ടതാണ്. അത് കഴിഞ്ഞ് 5:35-ന് ഞാൻ വീണ്ടും അദ്ദേഹത്തിന് മെസ്സേജ് അയക്കുകയാണ്, ക്യാൻ യു കോൾ ബാക്ക് അനൂപ് മൂപ്പൻ. അദ്ദേഹം പറഞ്ഞു, അതിനുശേഷം ഞാൻ വിളിച്ചു സംസാരിച്ചു എന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും അദ്ദേഹത്തിന് മെസ്സേജ് ചെയ്തു, എനി അപ്ഡേഷൻ ഡിയർ അനൂപ് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഹാവ് ടോൾഡ് ഗിവ് മാക്സിമം പോസിബിൾ ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട് മാക്സിമം, ഈ ഡിസ്കൗണ്ട് ഞാൻ പറയാൻ ആഗ്രഹിച്ചതല്ല. ആ ഡിസ്കൗണ്ടിനെ കുറിച്ച് ആ കുട്ടി പരാമർശം നടത്തിയതാണ്. ആ ഡിസ്കൗണ്ട് ക്രമീകരിച്ചു എന്നത് മാത്രമല്ല, ഞാൻ പറഞ്ഞു ഡിസ്കൗണ്ട് മാത്രം പോരാ, ആ ബില്ലിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നു. തൽക്കാലം നിങ്ങൾ അവരെ ഡിസ്ചാർജ് ചെയ്ത് പോകാൻ അനുവദിക്കണം. അത് കഴിഞ്ഞ് ബില്ലിംഗ് ഇൻചാർജ് ശ്രീ സുർജിത്ത്, കോഴിക്കോട് മിംസ് ആശുപത്രിയിലെ ബില്ലിംഗ് ഇൻചാർജ് ആയിട്ടുള്ള ശ്രീ സുജിത്ത്, അദ്ദേഹവുമായിട്ട് സംസാരിക്കുക. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ബില്ല് ഞങ്ങൾ ഘട്ടം ഘട്ടമായിട്ടൊക്കെ കൈകാര്യം ചെയ്തു തരാം, നിങ്ങൾ അവരെ ബുദ്ധിമുട്ടാക്കരുത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു പോളിസി ഉണ്ട്, ഇത് കേൾക്കണം നിങ്ങൾ, ഞങ്ങൾക്കൊരു പോളിസി ഉണ്ട്. ആ പോളിസി നിങ്ങൾ ആര് പറഞ്ഞാലും ഞങ്ങൾ ഒഴിവാക്കാൻ പറ്റുന്ന ഒഴിവാക്കും, ഏത് ഡിസ്കൗണ്ട് ഒക്കെ. പക്ഷെ പേഷ്യന്റിന്റെ കാര്യത്തിൽ പേഷ്യന്റും അവരുടെ ബൈസ്റ്റാൻഡറും അവരൊക്കെ ഒപ്പിട്ട് കാര്യങ്ങൾ ചെയ്തു തന്നാലല്ലാതെ ഞങ്ങൾക്ക് ഡിസ്ചാർജ് അനുവദിക്കാൻ പറ്റില്ല. അത് പോളിസിയാണ്. പൈസ നിങ്ങൾ തന്നാൽ മതി. ഇതാണ് പറഞ്ഞ മറുപടി. ഇന്നും ഞാൻ ബില്ലിംഗ് മാനേജർ സുഹൃത്തിനോട് പറഞ്ഞിട്ടുണ്ട്, ആ പണം ഞാൻ പേഴ്സണലായിട്ട് പാർട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അന്ന് പിന്നെ PV അൻവർ വിളിച്ചാണ് ഇത് അറേഞ്ച് ചെയ്തെന്ന് പറഞ്ഞു. എനിക്കറിയില്ല. എന്നോട് ആസാദ് മൂപ്പന്റെ മരുമകൻ പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ വിളിച്ചിട്ടുണ്ടാകാം, ഇവരുടെ ബന്ധമുണ്ടെങ്കിൽ വിളിച്ചിട്ടുണ്ടാകാം. ബില്ലിംഗ് മാനേജറോട് നിങ്ങൾ സംസാരിച്ചോ, ആസാദ് മൂപ്പന്റെ മരുമകനോട് നിങ്ങൾ സംസാരിച്ചോ, അവിടെയുള്ള മറ്റുള്ള മിർഷാദ് അടക്കമുള്ള സ്റ്റാഫിനോട് നിങ്ങൾ സംസാരിച്ചോ. ഞാൻ ഇവരൊക്കെ വിളിച്ച് ഈ കാര്യത്തിൽ ഇടപെട്ടത്, ഇത്രയും കാര്യത്തിൽ ഇടപെട്ടു. അത് കഴിഞ്ഞ് ഇങ്ങനെ പറഞ്ഞത് വളരെ വേദനയുണ്ടായി. ഒരിക്കലും അങ്ങനെ പറയരുതായി. ഞാൻ എന്റെ ഒരു സങ്കടം വിഷമം പറയാം. ഞാൻ അവർക്ക് വേണ്ടി നിന്നതാണ്, അവർക്ക് വേണ്ടി സംസാരിച്ചതാണ്. പാർട്ടി തലത്തിലുള്ള ലേസൺ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് ഞാൻ. ഒരിക്കലും ആ കുടുംബം ബുദ്ധിമുട്ടാവാതെ പോകണം എന്ന് അന്നും ഇന്നും ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അവരെ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല, ഒരിക്കലും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയതായിരിക്കുന്ന കാര്യം പറഞ്ഞു. എഗ്രിമെന്റ് ഉണ്ടാക്കിയത് അവർക്കൊരു തോന്നലുണ്ട്, പാർട്ടി പറഞ്ഞ കാര്യങ്ങൾ പാലിക്കില്ല എന്നും. ഇടയ്ക്ക് 2 തവണ അവര് പത്രക്കാരോട് സംസാരിക്കുന്ന, 2-3 തവണ പത്രക്കാരോട് സംസാരിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പൊ അവർക്ക് ഈ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ ഞാനാണ് ഇനീഷ്യേറ്റീവ് എടുത്ത് പാർട്ടി നേതൃത്വത്തോട് പറഞ്ഞത്, ഇങ്ങനെ ഒരു എഗ്രിമെന്റ് വെക്കണം, അവരെ ബോധ്യപ്പെടുത്താൻ. അതിന്റെ അടിസ്ഥാനത്തിൽ വക്കീൽ ഓഫീസിൽ എഗ്രിമെന്റ് എഴുതി. എഗ്രിമെന്റിൽ 3 കാര്യമാണ്. ഒന്ന്, ഇവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവരുടെ ലൈവ്ലിഹുഡിന് വേണ്ടി പാർട്ടി 20 ലക്ഷം കൊടുക്കും, അടിയന്തര സഹായം, ഈ കുട്ടിയുടെ ബിസിനസ്സും മറ്റു കാര്യങ്ങളും ക്രമീകരിക്കാൻ. രണ്ടാമത്തെ കാര്യം, ഇവരുടെ അഹല്യയിലുള്ളതായിരിക്കുന്ന ബാധ്യത, അത് 20+ ആണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ആ ബാധ്യത പാർട്ടി ഏറ്റെടുത്ത് അഹല്യയായിട്ട് സംസാരിച്ച് പരമാവധി ഡിസ്കൗണ്ട് ഒക്കെ വാങ്ങി ഞങ്ങൾ സെറ്റിൽ ചെയ്തോ. മൂന്നാമത്തെ കാര്യം അവരുടെ സ്ഥലമുള്ളതായിരിക്കുന്ന ആധാരം ഉൾപ്പെടെ 60 lakhs ഇപ്പോ അതിന്റെ പെൻഡിംഗ് ഡ്യൂ. അത് പാർട്ടി ഏറ്റെടുത്ത് കൈകാര്യം ചെയ്തു. അത് കഴിഞ്ഞ് ഈ ഡോക്യുമെന്റ് നേതൃത്വത്തിലേക്ക് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ നേതൃത്വത്തിലേക്ക് കൊടുത്തു. ഇതിൽ ഞങ്ങൾ പറഞ്ഞ കാര്യത്തിലൊന്നും ഞങ്ങൾ കൺഫ്യൂഷൻ പറഞ്ഞില്ല. ഏതെങ്കിലും ഒരു കാര്യത്തിൽ പാർട്ടി കൺഫ്യൂഷൻ പറഞ്ഞു. ഇതിൽ 2 കാര്യം പൂർത്തിയാക്കി. വിജയേട്ടന്റെ മരണശേഷം അടിയന്തര ആശ്വാസ ധനം വീട്ടിലേക്ക് എത്തിച്ചു. അത് എത്ര എന്താണെന്ന് പറയില്ല, ചെറിയ എമൗണ്ട്. 2 ഇവരുടെ ബിസിനസ് ലൈവ്ലിഹുഡ് മുന്നോട്ട് കൊണ്ടുപോകാൻ 20 ലക്ഷം രൂപ പറഞ്ഞ അഗ്രിമെന്റ് അനുസരിച്ച് കൈമാറി. 3 അഹല്യയിലുള്ള കടം പാർട്ടി വീട്ടി. ഇനി ബാക്കിയുള്ളത് ബത്തേരി ബാങ്കിലുള്ളതായിരിക്കുന്ന കടമാണ്. അത് സഹകരണ ബാങ്കുമായി സംസാരിക്കുകയും ആ കടം പരമാവധി കുറയ്ക്കാനും വീട്ടാനുമുള്ള പാർട്ടി ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. അവരെ ആ കാര്യത്തിൽ ബാങ്ക് ബുദ്ധിമുട്ടാക്കിയിട്ടില്ല. പിന്നെ എന്തിനാണ് ഈ അസ്വസ്ഥതയും പ്രയാസങ്ങളും? അവരുടെ കടം കൊണ്ടായിരിക്കാം, പ്രയാസം കൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ അതിന്നിപ്പോ എന്റെ ഓഫീസിനും ഡിവൈഎഫ്ഐക്കും എന്റെ ഓഫീസിൽ കയറി ഒന്ന് അപകടകരമായ ക്രിമിനൽ പ്രവർത്തനത്തിന് വിധേയമായത് ഞാൻ വളരെയധികം സങ്കടത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. ഇത് ശരിയായില്ല. എനിക്ക് ഇത് സംബന്ധിച്ചതായിരിക്കുന്ന കാര്യങ്ങൾ പറയാനുള്ളത്, ആ കുടുംബത്തിന്റെ സെന്റിമെന്റ്സിന്റെ കൂടെ നിന്ന് ആ കുടുംബത്തിന് പരമാവധി ആശ്വാസം കൊടുക്കാൻ ശ്രമിച്ച ഒരാൾ എന്ന രീതിയിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായതിൽ കടുത്ത വേദനയും പ്രയാസമുണ്ട്.